ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മറന്നു പോകലെ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. പാലപ്പമാണ് ചുടുന്നത് കേട്ടോ. പാലപ്പം ചുടുന്നത് ഇരുമ്പിൻ്റെ കല്ലിനകത്താണ്, ഇരുമ്പ് കല്ലിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ചുടുന്നത്? നോൺ സ്റ്റിക്കിലാണോ അതോ കല്ലിലാണോ? ഈ കല്ലിൽ ചുടുമ്പോൾ സൈഡൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുവേ. അങ്ങനെ പാലപ്പം എല്ലാം ചുട്ടു വെച്ചിട്ടുണ്ട്. ഞാനാണ് ഉണ്ടാക്കിയതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഞാനല്ല ഉണ്ടാക്കിയത് കേട്ടോ. എൻ്റെ സ്വന്തം ഉമ്മ ആണ് കേട്ടോ. സ്വന്തം ഉമ്മ വെച്ചാൽ എൻ്റെ ഇക്കയുടെ ഉമ്മ ആണ് കേട്ടോ. അങ്ങനെ ഉമ്മ പിന്നെ കോളിഫ്ലവറിൻ്റെ സ്പെഷ്യൽ കുറുമ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമ്മ ഉള്ളപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, ഉമ്മ എല്ലാം ജോലിയും ചെയ്തോളും. അങ്ങനെ കടല റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉമ്മയുടെ കൂടെ സംസാരിച്ചുകൊണ്ട് നിന്നാൽ മതി, ഉമ്മ ഞങ്ങൾക്ക് എല്ലാം ഉണ്ടാക്കി തരും കേട്ടോ. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ജങ്കാറി കയറി എവിടെയാണ് പോകുന്നതെന്നാണോ വിചാരിക്കുന്നത്? ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവാണ്. ഞാൻ എവിടെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജങ്കാറിനകത്താണ് നമ്മൾ ഈ കാറ് കയറ്റിക്കൊണ്ട് പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം കണ്ട് എന്ത് മനോഹരമായ സ്ഥലമാണല്ലേ. തൃക്കുന്നപ്പുഴയിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ തൃക്കുന്നപ്പുഴയിൽ ആരെങ്കിലും ഉള്ളവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. എന്ത് രസമാണ് കാണാനല്ലേ. അപ്പോൾ ജങ്കാറിലാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ഇറങ്ങുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല മനോഹരമായ സ്ഥലമാണ്. ഞാൻ അങ്ങനെ നേരെ പോകുന്നത് സ്റ്റുഡിയോയിലോട്ടാണ് കേട്ടോ. എന്തിനാണെന്നറിയോ, എൻ്റെ ഒരു കല്യാണ CD ഉണ്ട്, അത് USB-ലാക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ DTP സെൻറ്ററിൽ പോയി, കാരണം അവിടെ കുറച്ച് ടൈപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പോയി അതിനുശേഷം വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ഉമ്മ അടിപൊളി ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉമ്മയുടെ കറിക്കൊക്കെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന പോലെ നല്ല രസമാണ്. ഉമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ നാവിന്ന് പോത്തില്ല, അത്ര ടേസ്റ്റാണ് ഉമ്മയുടെ ഓരോ കറികളും തോരനും എല്ലാം. എന്ത് രസമാണെന്നറിയോ കഴിക്കാൻ. ഉമ്മയുടെ മോരുകറിയൊക്കെ ഉണ്ട്, നല്ല രുചിയാണ് കേട്ടോ. പിന്നെ ഉമ്മയുടെ സ്പെഷ്യൽ മീൻകറി ഉണ്ട് കേട്ടോ, അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു സ്ഥലത്തോട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഇന്നലെ സ്കാൻ ചെയ്തതിൻ്റെ ഒന്നും റിസൾട്ട് കാണിച്ചിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ടാണ് പോകുന്നത്. എന്താണെന്നറിയോ, ഹോസ്പിറ്റലിൽ പോയിട്ട് ആ വഴി എൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചാണ്. എനിക്ക് എൻ്റെ വീടിനേക്കാളും എന്താ നടത്തില്ല, എനിക്ക് ഇക്കാടെ വീട്ടിലാണ് ഭയങ്കര ഇഷ്ടം നിൽക്കാൻ കേട്ടോ. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന എനിക്ക് അങ്ങനെ അധികം ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതേപോലത്തെ ഉണ്ടയൊക്കെ കഴിച്ചിട്ടുണ്ടാണ്. അപ്പോൾ നല്ല രസമാണ് ഈ ഉണ്ട കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് ഇടയ്ക്ക് തുണിക്കടയിലൊക്കെ കയറി അക്കുനും കിച്ചുവിനും ഒക്കെ കുറേ ടീഷർട്ടും ഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മൂനൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അമ്മ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ. അമ്മൂനൊന്നും ഇഷ്ടപ്പെട്ടില്ല, അത് കാരണം അമ്മ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇക്കായ്ക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കിച്ചുവിന് കുറേ ഷർട്ടൊക്കെ എടുത്തു. അങ്ങനെ നേരെ ചെന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്ന് കയറുകയാണ്. എൻ്റെ ആങ്ങളയുടെ മക്കളാണ് ഇത് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നതിൻ്റെ സന്തോഷത്തിൽ അവർ ഭയങ്കരമായിട്ട് ഓടി വരുവാണ് കേട്ടോ. ഇതാണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ പോയപ്പോഴത്തേന് മുട്ട ബജ്ജി, കട്ട്ലേറ്റ്, റോള്, പഴംപൊരി, സമൂസ, അതുപോലെ തന്നെ പഴം, ജിലേബി, ചായ, ജ്യൂസ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം ഞങ്ങൾ കഴിച്ചതിന് ശേഷം ഞാനാണെങ്കിൽ വെളിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കുറേ നേരം ഒരു ഗ്ലാസ് ചായയൊക്കെ ആയിട്ട് പ്രത്യേക ഒരു വൈബല്ലേ, അങ്ങനെ ഒന്ന് കഴിക്കുകയാണ്. പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിൽ എൻ്റെ കൊച്ചമ്മയുടെ വീടാണ്, എൻ്റെ കൊച്ചാപ്പാടെയൊക്കെ വീടാണ്. അവിടെ പോയി കൊച്ചമ്മയുടെയും അവർക്ക് എൻ്റെ മക്കൾ പോയി ഒരു പുതിയ എന്നെപ്പോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അങ്ങനെ എല്ലാം തുടങ്ങി കൊടുത്തതിന് ശേഷം എൻ്റെ നാത്തൂനാണെങ്കിൽ എനിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചു. എന്നോട് പറഞ്ഞു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി, രാത്രി കഴിക്കാതെ. ഞങ്ങൾ വന്നിട്ട് ഉടനെ പോകാൻ ഇറങ്ങിയതാണ്, ചായ കുടിച്ചിട്ട് ഉടനെ. അപ്പോൾ നാത്തൂൻ പറഞ്ഞു കഴിക്കാതെ പോകണ്ട, ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും പപ്പടവും സലാഡും തൈരും ഒക്കെ ഉണ്ടാക്കി തന്നു. അങ്ങനെ എല്ലാം ഞങ്ങളെല്ലാം അൽഹംദുലില്ലാ ഹൈർ എല്ലാവരും കഴിച്ചു സന്തോഷത്തോടെ. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് മക്കളെല്ലാവരും കേട്ടോ. എൻ്റെ 3 മക്കളും ഉണ്ട്, എൻ്റെ ആങ്ങളയ്ക്ക് 3 മക്കളുണ്ട്. ഇവർ 6 പേരോട് ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാഷാ അല്ലാഹ് എല്ലാവരോടും ഒന്നിച്ചിരുന്ന് സന്തോഷത്തോടെ കഴിച്ചു. ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിൽ വന്ന് അങ്ങനെ നിൽക്കാറില്ല കേട്ടോ. എനിക്കങ്ങനെ ഇഷ്ടമല്ല, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് എൻ്റെ ഇക്കാടെ വീടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. അവിടെ പണ്ട് മുതലേ നിന്ന് എനിക്കറിയത്തില്ല, എന്തോ എനിക്കറിയത്തില്ല, അവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ 2ാമത്തെ മക്കളെ പ്രസവിച്ച് കിടന്നതും എൻ്റെ ഇക്കാടെ വീട്ടിലാണ് 2ാമത്തെ പ്രസവവും ഒക്കെ നടന്നത്. കാരണം എനിക്ക് അവിടെയാണ് ഒരു പ്രത്യേക ഇഷ്ടം, എന്താണെന്നറിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഉമ്മയാണ്, നാത്തൂനാണ്. അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് രാത്രി ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു 10 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1 hours ഉണ്ട് നമ്മുടെ അവിടെ നിന്ന് വീട്ടിലോട്ട് വരാം. 1 hours അല്ല, അതിൽ കൂടുതലുണ്ട്. അങ്ങനെ വരുന്ന വഴിക്ക് പന്തളത്ത് ജംഗ്ഷനിൽ വെച്ച് ഞങ്ങളൊരു ഷോപ്പ് കണ്ടു കേട്ടോ. അവിടെ കയറി കുറേ ഇക്കായ്ക്ക് ഷർട്ട്, കിച്ചുവിനും കുറേ ഷർട്ടൊക്കെ എടുത്തു, കാരണം അവിടെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഷർട്ടൊക്കെ എടുത്തു. അപ്പോൾ ഇവിടെ പോയപ്പോൾ ഒത്തിരി കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കിച്ചു അവിടെ കാണുന്ന മൊത്തം വാരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാലൻസാണ് എൻ്റെ ഇക്കായും എല്ലാം കുറേ ഷർട്ടൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട്. 11:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് എത്തി. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.